കമ്പനിക്കാനോ ഉണ്ടാക്കാനോ കുളിക്കാൻ പോയതല്ലേ മാറ്റാൻ പോയിട്ട് ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ബൈ ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, അതായത് വടകര. മൂന്നാളാണ് പോകുന്നത്. സത്യോ 9 മണിക്ക് ഇറങ്ങണമെന്നാണ് അത്. പക്ഷെ 10 മണിയായി. ഒരു തന്നെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വരെ എത്തുന്നില്ല. ഇത് ചെയ്യാൻ എന്നിട്ട് ഓനെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുന്നതാണ്. ഇനിയിപ്പോൾ ആടെ എത്തുന്നവരെയുള്ള കാഴ്ച കോമഡി തന്നെ ആയിരിക്കും. ഒരാളെ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും. പഞ്ചായത്ത്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോളി. ഇനി അവനെ വെയിറ്റ് ചെയ്യണം. കാത്തുനിന്ന് കഴിഞ്ഞ് ഒരു ചായ അടിച്ചിട്ട് ബാക്കി കാത്തുക്കാൻ വിചാരിച്ചു. 250 ഹോട്ടലിന് വലിയ മാറ്റമൊന്നുമില്ല, ആൾക്കാർ മാറിയിട്ടുണ്ട്. അതിലെ നായകൻ വന്നിട്ടുണ്ട്. ഇറങ്ങിയിട്ടൊന്നുമില്ല, കാണുന്ന വണ്ടിയിലുള്ളത് വലിയ മൈരാളിയാ. ചിരിച്ചേ ഉടുപ്പില്ലാത്ത പതിനൊന്ന് മണിക്ക് ഓനെ ഇറങ്ങുന്നു പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് 9 മണിക്ക് വരാൻ പറഞ്ഞ്. ഇനി 9 സംതിങ് ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാ. എന്നിട്ട് ഞാൻ 9:50 വിളിച്ചിട്ട് ഇനി തരാ കുളിച്ച് കഴിഞ്ഞില്ലേ നിന്നോട്, ഇനി കുളിക്കാൻ പോവല്ലേ എന്നോട് അറിയാം. ഇനി കുളിക്കാൻ പോവല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ മുന്നേ പറഞ്ഞ സംഭവല്ലേ. എനിക്ക് വന്ന് ഇവൻ അപ്പളാ വിളിക്കാൻ പോയത്. അപ്പുറത്ത് ഉണ്ട്. പയ്യോളി ഞാനെത്തി. നമ്മളിങ്ങനെ വടകരെത്തിയപ്പോൾ ഞങ്ങളെ എപ്പോഴുള്ള ഒരു മോനെ അവനെ കാണിക്കുന്നില്ല. അവന് കാണിച്ചാൽ കൊണ്ടിട്ടില്ല നമ്മെ കൊണ്ട് അവനെ കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു പയം തിന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങുന്നു. ട്രാഫിക്കാണ് ഗൈസ്. ട്രാഫിക്. ഇങ്ങനെ വടകരന്റെ വിരിമാറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വടകര ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഒരു മന്ത്രി ഞാൻ പോകുന്നുണ്ട് തോന്നുന്നു. ഭയങ്കര ബ്ലോക്കും, മൊത്തം പോലീസുകാർ, ഫുള്ള് പണി. നല്ല മണമുണ്ട്. വണ്ടിൻ്റെ ഉള്ളിൽ വരെ മണം കയറിക്കുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലാട്ടോ ഈ ഒരു സീന്. ഹൈവേ ബ്ലോക്ക്, വടകര ബ്ലോക്ക്. ഒന്നാമത് ഇവിടെ ഈ പാലത്തിന്റെ പണി നടക്കുന്നതിനെ കൊണ്ടുള്ള ബ്ലോക്കാട്ടത്. ഭയങ്കര സ്മെല്ലും ഉണ്ട്. 11 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. നമ്മളെ ചെങ്ങൈൻ്റെ കല്യാണത്തിനായിട്ട് നമ്മൾ മെയിനായിട്ട് പോകുന്നത് വടകരേക്ക്. വണ്ടിൻ്റെ ഉള്ളിൽ സ്മെല്ല്. നമ്മളിങ്ങനെ പുറത്തിറങ്ങി എന്താ സംഭവം. വണ്ടിക്ക് പ്രശ്നം കയറുന്നുള്ള നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നോക്കി ഒരു പ്രശ്നവുമില്ല. സ്മെല്ല് ഇടുന്ന വരുന്നത് മനസ്സിലാവുന്നില്ല. നമ്മളങ്ങനെ വൈ കണ്ടു. കുറച്ച് റിസ്ക് പിടിച്ച വൈ കേട്ടോ. വലിയ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വിചാരിച്ച് കുടുങ്ങി പോയിരുന്നു. പക്ഷേ ലാസ്റ്റ് വൈ കണ്ടെത്തി. കാണുന്നതാണ് പുറ. അവളെ കൂട്ടി വന്നിട്ടില്ല. വന്നിട്ട് എൻ്റെ പുറം കൊണ്ട് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ആർക്ക് പെണ്ണിൻ്റെ അടുത്തേക്ക് ഒരു പുരയെ കയറുന്നല്ലേ. എന്താ
ഇത് കാണുന്നതാണ് ആരും നമ്മളെ കണ്ടിട്ടില്ല. പടം പൊട്ടിക്കുന്നുണ്ട്. ഇതോട് വയലൻസ്. കല്യാണപ്പുരയിലുള്ള കാഴ്ചകളാണ് ഗൈസ് കാണാൻ പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്നു. എനിക്കും വേണ്ടേ ഒന്ന് ഇങ്ങനെ കണ്ടു. ഇവൻ എന്തിനു വന്നാ നാലുകറി പഠിച്ചു? എന്താ ആറ്റിറ്റ്യൂഡ്? സിനിമ നടനോ? സ്ലോ മോഷന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ? സുഖം. നിങ്ങൾ രാവിലെ 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 കാര്യമൊക്കെ കയറിയതാ 5 ഇപ്പോൾ ഒരു 10 ഉണ്ടായിരുന്നു. 9 മണിക്ക് വിളിച്ചായിരുന്നു. 9 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മാറ്റി. അപ്പോൾ ഒരു 10 ഞാൻ പിന്നെ വിളിക്കായിരുന്നു. നീ കുളിക്കാൻ പോയതല്ലേ? അപ്പോൾ ആശ മാറ്റാൻ പോയിട്ടേ ഉള്ളൂ. ആശാൻ എന്തായാലും അന്ന് നമ്മൾ വെറുതെ എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് വെറുതെ. നെക്സ്റ്റ് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മ കഴിക്കാലോ. ചോറിനെ പറ്റും ഗൈസ്. കിട്ടി ആശിക്ക് ശശി. അങ്ങനെ ലാസ്റ്റ് ആ സീന് കസാര കിട്ടി. താങ്ക് യു. ചുമ്മാ വെറുതെ വെക്കുന്നേ. കല്യാണ പരിപാടിയൊക്കെ കൂടി വടകര വന്നിട്ട് നമ്മളെപ്പുറം പണിയെടുക്കുന്നൊരു സുഹൃത്തും കൂടിയുണ്ട്. അവനെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓനെ കാത്തുനിൽക്കുന്നതാണ്. എഞ്ചേരിയാണ് കാത്തു നിൽക്കുന്നത്. എഞ്ചേരി പമ്പിലാണുള്ളത്. ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരിക്കും. ഒപ്പരം പണിയെടുക്കുന്ന ഒപ്പരം വന്ന ആൾക്കാരൊക്കെ സൈഡായിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട്. കമ്പനിക്കാനോ ഉണ്ടാക്കാനോ? ഗൈസ് അങ്ങനാട്ടെ നമ്മൾ കാത്തുനിന്ന് നമ്മളെപ്പോഴും പണിയെടുക്കുന്ന ആളാ. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളെ ചായ വരുന്ന വീഡിയോയിലൊക്കെ ഉണ്ട്. വടകര വന്നപ്പോൾ ഇവനെയും കൂടി ഒന്ന് കാണാൻ വിചാരിച്ചു. പരിപാടി കഴിഞ്ഞ് എല്ലാവരും വൈക്കും പോയി. അല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ബിരിയാൻ തിന്ന് പണി കിട്ടിയെന്ന് തോന്നിട്ട്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.